ശിവേട്ടൻ അവിടം വരെ ഒന്ന് പോകുന്നില്ലേ? പോകണം, പോകും. സോഫി, എന്താ ശിവേട്ട? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ സോഫി ഞെട്ടരുത്, വിഷമിക്കരുത്, വേദനിക്കരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയെന്ന് എനിക്കറിയാം, എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയാം. ഇവിടം വരെ എത്തി. രുക്മിണിയിൽ നിന്നാണ് എന്റെ വളർച്ച ആരംഭിച്ചത്. അതിനാക്കം കൂട്ടിയത് നീയാണ്. എനിക്ക് നിന്നോട് നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് നീ ആശിക്കരുത്. നമ്മൾ ഇവിടെ വെച്ച് പിരിയുകയാണ്. രുക്മിണിയും അന്ന് ഇങ്ങനെയാ വിളിച്ചത്. ചെട്ടിയാര് മരിക്കുന്നതുവരെ നീ എന്റെ കൂടെ ജീവിക്കേണ്ടത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ശിവേട്ടനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. സോഫി, നിനക്കൊന്നും തോന്നരുത്. രുക്മിണിയുടെ വളർച്ച അവസാനിച്ചപ്പോ അവളുമായി ഞാൻ കണക്ക് പറഞ്ഞു പിരിഞ്ഞു. നിന്റെയും വളർച്ച അവസാനിച്ചു. എന്റെ വളർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കും നിനക്കും ബുദ്ധിമുട്ടായിരിക്കും. ശിവേട്ടനെ വിശ്വസിച്ചാണ് ശിവേട്ടൻ പറയുന്നത് എന്തും ഞാൻ ചെയ്തത്. ശിവേട്ടൻ എന്നെ ഉപേക്ഷിച്ച ഞാൻ എങ്ങോട്ട് പോകും, എങ്ങനെ ജീവിക്കും? ഇതേ ചോദ്യമാണ് രുക്മിണിയും ചോദിച്ചത്. അവള് പോയില്ലേ? അവള് ജീവിക്കുന്നില്ലേ? അതുപോലെ നീയും ജീവിക്കും. ഈ വീട്ടിൽ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നീ ചോദിക്കുന്ന എന്തും തരാം. പക്ഷേ എന്നെ മാത്രം ചോദിക്കരുത്. രുക്മിണി ഇറങ്ങിപ്പോയ വാതിൽ തുറന്നു കിടക്കുകയാണ്. നിനക്കും അത് തന്നെയാണ് വഴി. യാത്ര പറയാൻ ഇനി എന്നെ കാണണമെന്നില്ല. കരയാതിരിക്കൂ. അത് ചെയ്യാതെ നമുക്ക് മറ്റു യാതൊരു മാർഗവും ഇല്ലായിരുന്നു. என்ன இருந்தாலும் அவர் என் கணவர் தானே. அவரை நான் ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? எனக்கு இனிமே யாரு இருக்கான்னு சிவா. இனிமே எனக்கு எல்லாமே நீதானே. ഞാനുണ്ട്. എന്റെ സമലത്തിന് ഞാനുണ്ട്. തീർച്ചയായും നിനക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ ബിസിയാണെന്ന് പറയൂ.
ആര് വിളിച്ചാലും 1 മണിക്കൂർ കഴിയാതെ ഒരു കോളും കണക്ട് ചെയ്യരുത്. ഹലോ, യെസ്, ശിവൻ ഹിയർ. കമലമല്ലേ? ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം. ജോലി കാരണം വരാൻ പറ്റുന്നില്ല കമലം. ഡെഫിനറ്റ്ലി ഐ വിൽ കം ഇൻ ദ ഈവനിങ്. ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് 1 ലക്ഷം രൂപ വേണം. ഒരു ചെക്ക് മീറ്റ് ചെയ്യാനുണ്ട്. 50,000. കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം തീർച്ചയായും വരാം. എന്നെ കാണാൻ ആര് വന്നാലും വൈകുന്നേരം 4 മണിക്ക് ശേഷം വരാൻ പറയും. അക്കൗണ്ട്സിലെ നാരായണയ്യരോട് എന്നെ വന്ന് കാണാൻ പറയും. എടാ ശിവ, 50,000 രൂപയുണ്ട്. അമ്മ തന്നയച്ചതാ. നിന്നെ ആ കൃഷ്ണവേണി അന്വേഷിച്ചു. അവളിപ്പോ എവിടെ താമസം എന്നറിയാം? ജെമിനിയുടെ പുറയിലെ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അതിന്റെയും പുറയില. അവൾക്ക് ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങോട്ടെങ്കിലും ചെന്നു പോകല്ലേ, അവനിപ്പോ പഴയ ആളൊന്നുമല്ല. തന്നോടാ പറഞ്ഞത് എഴുന്നേക്കാൻ. മേലിൽ ഇവിടെ വരരുത്. താനിന്നും പഴയ അപ്പയ്യാണ്. ഞാനിന്ന് പഴയ ശിവനല്ല. പക്ഷെ താനത് ഓർക്കുന്നില്ല. നീ പഴയതെല്ലാം മറന്നു. നിന്നെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ദിവസം നീ ഓർക്കുന്നു. നിന്നെ ഇവിടെ എത്തിച്ചതാരാണെന്ന് നിനക്കറിയാമോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാനൊന്നും മറക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത്. താൻ എന്റെ ഭൂതകാലത്തിന്റെ നിഴലാണ്. പറഞ്ഞത് കേട്ടില്ലേ? മത്തായി, സോറി, അപ്പയ്യ, താൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായി തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം. ആർക്ക് വേണോടാ നിന്റെ പണം? നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞ നന്ദി കേട്ടവൻ. ഗെറ്റ് ഔട്ട്. ഹലോ മിസ്റ്റർ ശിവൻ. ഞാൻ തീരെ വിചാരിച്ചില്ല മിസ്റ്റർ ശിവൻ എന്ത് വരുമെന്ന്. ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? വരൂ, നമുക്ക് അകത്തിൽ സംസാരിക്കാം. ചന്ദ്ര, പ്ലീസ് ബി സീറ്റഡ്. മിസ്റ്റർ ശിവൻ എന്താ കുടിക്കാൻ? ഹോട്ട് കോൾ? ചായ മതി. ചന്ദ്ര, ചായ കൊണ്ടുവരൂ. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാം, നന്നായിട്ട് നടക്കുന്നു. ബൈ, ഇവിടുത്തെ പുതിയ ഫാക്ടറിയുടെ ജോലി ആരംഭിച്ചു? ഓയസ്, ജർമ്മനിയിൽ നിന്ന് ടെക്നീഷ്യൻസ് വന്ന് മെഷീൻസ് എല്ലാം ഫിറ്റ് ചെയ്തു. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഗുഡ്. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഡൽഹിയിൽ വലിയ പിടിപാടുള്ള ആളല്ലേ? എനിക്കൊരു ചെറിയ സഹായം ആവശ്യമുണ്ട്. എന്ത് വേണം പറയൂ. എന്റെ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് അടുത്ത മാസം ആദ്യം പ്രൈം മിനിസ്റ്റർ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി. അദ്ദേഹത്തിന്റെ PA മിസ്റ്റർ ചൗധരി ഇസ് എ പ്രസിഡന്റ് ഓഫ് മൈൻ. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യാം. ഈസ് ഇറ്റ് എ റേഡിയോഗ്രാം? നോ 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 നോ, എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു ഫോണിലോട്ട് പോകാം. He will not believe what an expert she is in piano. Allah.